വിളക്കാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയൊക്കെയോ ഇരുട്ടിനെ, ജീവിതത്തിൽ കയറി മൂടിക്കിടക്കുന്ന ഇരുട്ടിനെ മാറ്റാൻ ഒരു ദീപമായാണ് ദൈവം നിങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നത്. ചുമ്മാ വച്ചിരിക്കുക എന്നല്ല കേട്ടോ, ആ വാക്കിന് പോലും വളരെ സീരിയസ്നെസ് ഉണ്ട്. സ്ഥാപിച്ചിരിക്കുന്നുവെന്നാണ്, ഉറപ്പിച്ചിരിക്കുന്നുവെന്നാണ്. ഒരു ദീപമായി. പലപ്പോഴും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ മടിയും വിഷമവും ഇഷ്ടക്കേടൊക്കെ തോന്നും. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഈ വചനം മറക്കരുത്. അനേകർക്ക് രക്ഷയാകേണ്ട ഒരു ദീപമായാണ് നിന്നെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എങ്ങനെ നടക്കാനാ? എൻ്റെ സാഹചര്യം ഇതല്ലേ, എൻ്റെ അവസ്ഥ ഇതല്ലേ, എൻ്റെ അവസ്ഥ ആരോട് പറയാൻ? നിൻ്റെ അവസ്ഥയും എൻ്റെ അവസ്ഥയും എന്തുമാകട്ടെ, ശരിയും തെറ്റും ഒന്നും ജഗഞ്ഞു പോകാൻ നമുക്ക് അവകാശമോ അധികാരമോ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നിലധികം കുറവുകളുള്ളവരും ബലഹീനരും സാധാരണ മനുഷ്യരുമാണ്. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മൾ കുറവുള്ളവരാണ്, എൻ്റെ പൊന്നു കർത്താവേ നമ്മൾ ബലഹീനരാണ്, എൻ്റെ പൊന്നു കർത്താവേ ഞങ്ങൾ പാപികളാണ്, എങ്കിലും ഞങ്ങളെ ഒരു വിളക്കായി ദീപമായി ഈ വീട്ടിൽ, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഈ കുടുംബക്കാരുടെ കൂട്ടായ്മയിലൊക്കെ എന്നെ ഒരു ദീപമായി സ്ഥാപിച്ചുകൊണ്ടാണ് നിൻ്റെ കരങ്ങളിലൂടെ അനേകർ ഇന്ന് വചനം കേൾക്കുന്നത്. വീട്ടിലിരുന്നാണേലും നീ ഒരു ദൈവ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. സ്ഥാപിച്ചിരിക്കുവാണ്, അനേകരുടെ ഇരുട്ട് മാറ്റാൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന തുടങ്ങുവാണ്. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, പുതിയ ക്ലാസ്സിലേക്ക് കയറുന്നവർ, ഡിഗ്രി അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്ന, നേഴ്സിംഗ് പഠിക്കുന്നവർ, ഉയർന്ന പഠനത്തിനൊക്കെ പോകുന്ന എല്ലാവരെയും ഓർക്കുവാണ്. ചെന്നിടത്ത് കൂട്ടുകൂടി വേറൊരു ഇരുട്ടായി മാറാനല്ല, ചെല്ലുന്നിടം ഏത് ഇരുട്ടുള്ള സ്ഥലമായാലും ദൈവം നിന്നെ അവിടെ എത്തിച്ചത് അവിടെ ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് വെളിച്ചമായി ഒരു ദീപമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു ദീപമായി, ഒരു വിളക്കായി. രക്ഷ വ്യാപിക്കേണ്ടതിന് വിജാതീയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. എന്തിനെ? ദൈവത്തിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു, നന്ദി പറഞ്ഞ് സ്തുതിച്ചു. അടുത്ത വാക്യമോ, നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം അത് വിശ്വസിക്കുകയും